ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ തംബ്ലൈൻ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 40 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾ വാങ്ങാൻ പറ്റും. അത് അടിപൊളിയാക്കി ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യം തന്നെ താഴത്ത് കാണാൻ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, ഒന്ന് ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എല്ലാ കാര്യം സാറ് പറഞ്ഞതാണ്. അതിനു മുന്നേ നിങ്ങൾക്കറിയാം ഇത് ആനുവൽ എക്സാമിനേഷൻ ആണ്. അപ്പം സാറേ, ആനുവൽ എക്സാം ആകുമ്പോൾ അവസാനത്തെ ഭാഗത്ത് മാത്രമല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? അത് നമ്മൾ 6ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിനൊക്കെ അങ്ങനെയാണ്. ബട്ട് ഇനി മുതൽ 8ാം ക്ലാസ് വരെയൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ 9ാം ക്ലാസ് വരുമ്പോൾ അതല്ല. 9ാം ക്ലാസ്സിന് ആദ്യത്തെ ചാപ്റ്ററിന് വരെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരും. നന്നായിട്ട് എൻ്റെ മക്കൾ സെക്കൻഡ് പാർട്ട് അഥവാ ഓൺ എക്സാമിനേഷൻ, ക്രിസ്മസ് എക്സാമിനേഷൻ വരെയുള്ള സമയമല്ലേ, ആ സമയത്ത് പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവും. 5, 6, 7, 8 പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ ലാസ്റ്റ് ഇപ്പോൾ ചാപ്റ്റർ അവസാനത്തെ ഭാഗം എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഈ 2 ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അതെല്ലാം നമ്മൾ അടിപൊളിയാക്കി നിങ്ങൾക്ക് 2 ദിവസമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മെഗാ മാരത്തോൺ ആയിട്ട് ഇന്ന് ഏയർക്ക് മറക്കണ്ട, ഇന്ന് ഏയർക്ക് ഞങ്ങൾ വരുന്നുണ്ട്. എല്ലാ മക്കളും അങ്ങോട്ട് പോവാ. നമ്മൾ അടിപൊളിയാക്കി കിടിലമാക്കി എൻ്റെ മക്കൾക്ക് എടുത്തു തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? റെഡി ആണോ എൻ്റെ മക്കള്? യെസ്. ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം, അതിന് ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. സോ ആദ്യം തന്നെ 4ാമത്തെ ചാപ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ ഓൺ എക്സാമിനേഷനുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഓൺ എക്സാമിന് ചോദിച്ചതൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. ഒരു 2-3 ഭാഗങ്ങൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. നോക്കിയോളി, ആദ്യം തന്നെ ഇതിന് എന്തൊക്കെ ചോദിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എണ്ണമാണ് ഇതിൽ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ ഇതിലെല്ലാ പോയിന്റും ഇനി പഠിക്കാൻ നിങ്ങൾക്ക് സമയമല്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നുണ്ട്. ഈ വരയുടെ താഴത്തുള്ള ഭാഗം അതിൽ ഫെഡറലിസം നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അതേപോലെ സെപ്പറേഷൻ ഓഫ് പവറിലെ 2 കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ 2 പോയിന്റ് എൻ്റെ മക്കൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ഇവിടുന്ന് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം കാണാൻ ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം, ഓരോ കാര്യങ്ങളും നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ് അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ സാധനം. അത് നന്നായിട്ട് പഠിച്ചേക്കണം. നമ്മളിവിടെ അധികാരം നമ്മളെ ഗവൺമെന്റ് എത്ര ഘടകങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്? 3 ഘടകങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അത് എന്തായാലും എൻ്റെ മക്കൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഏതൊക്കെയാണ് 3 വിഭാഗങ്ങൾ? ഒന്നിനെ നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ എന്ന് പറയും. അവരാണ് എന്ത് ചെയ്യല്? മേക്സ് ദ ലോ. നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അല്ലെ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരാണിത് നിയമനിർമ്മാണ വിഭാഗക്കാർ. കാര്യനിർമ്മാണ വിഭാഗക്കാർ നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. അവരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാർ, നിയമം എന്ത് ചെയ്യുക, നടപ്പിലാക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ഇനി നിയമം ഉണ്ടാക്കി നടപ്പിലാക്കി ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കാനുള്ള വിഭാഗവും ഉണ്ട് നമുക്ക്. ആ വിഭാഗത്താണ് ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം എന്ന് പറയുക. ഇന്റർപ്രറ്റ്സ് ദ ലോ, വ്യാഖ്യാനിക്കുന്നവരാണ്. ഇന്റർപ്രറ്റ്സ് ദ ലോ, നിയമത്തെ വ്യാഖ്യാനിക്കുന്നവരാണ്. ചിലപ്പോൾ ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. ഇത് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതണം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം നിയമനിർമ്മാണം ഏതാണ് നിങ്ങൾ ലെജിസ്ലേറ്റീവ് മനസ്സിലാക്കുക, നടപ്പിലാക്കുക ഇംപ്ലിമെന്റ് ചെയ്യുന്നവരെ കാര്യനിർമ്മാണ വിഭാഗക്കാരും, വ്യാഖ്യാനിക്കുന്നവരെ ഇന്റർപ്രറ്റ് ചെയ്യുന്നവർ എന്ത് പറയും, ജുഡീഷ്യറി എന്ന് പറയും. ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതിൽ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ വിഭാഗത്തിൽ ഒറ്റ സാധനമാണ്, അതെൻ്റെ മക്കൾ എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്രിസ്മസ് എക്സാം ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ എക്സാം എൻ്റെ മക്കളൊന്നും നോക്കിക്കോ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ നന്നായിട്ട് പഠിച്ചു വെക്കണം. എന്താണ് ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോട്ടെ മക്കളെ. ഇത്രത്തോളം പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റുകൾ എൻ്റെ മക്കളെ മൈൻഡിലേക്ക് എപ്പോഴും വെക്കുക. 543 ആൾക്കാരുണ്ട് ഡയറക്റ്റ് ചെയ്യുക. 2 പേഴ്സൺസിനെ എന്ത് ചെയ്യും, നോമിനേറ്റ് ചെയ്യും. നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, ജനപ്രതിനിധി സഭ എന്ന് പറയും. മാത്രമല്ല എന്താ പറയും, എലക്റ്റഡ് ടേം ഓഫ് 5 years, 5 വർഷത്തിനാണ് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. പ്രിസൈഡ് ബൈ ദ സ്പീക്കർ. അതേപോലെ രാജ്യസഭ. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാം. നോക്കിക്കോളട്ടെ മക്കളെ, അത് പഠിക്കുമ്പോൾ എൻ്റെ മക്കളെ എപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വ്യത്യസ്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ മക്കൾ പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കാൻ പറ്റും. നോക്കട്ടോ, ഞാൻ ഒരു വര വരച്ച് ഇവിടെ ലോക്സഭ എടുത്തു, ലോക്സഭ, ഇവിടെ രാജ്യസഭ എടുത്തു. ഇങ്ങനെ തന്നെ എൻ്റെ മക്കൾ പഠിക്കുക. 8ാം ക്ലാസ്സിന് പഠിക്കാനുള്ളത് തന്നെ കേട്ടോ. നോക്കട്ടെ, നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. ലോക്സഭേൻ്റെ പ്രത്യേകത നോക്കിക്കോളി. ഇവിടെ ടോട്ടൽ 543 ആൾക്കാരെ ഉണ്ടാവുക. 2 പേരെ നോമിനേറ്റ് ചെയ്യും. ടോട്ടൽ 545 പേരാണ്. 545 പേരാണ് ഉണ്ടാവുക. അതിൽ 545 മാക്സിമം ആൾക്കാരെ കൊള്ളത്തിലാണ് 550 ആൾക്കാരാണ് കൊള്ളുക എന്ന് മനസ്സിലാക്കി വെക്കുക. 5 വർഷമാണ് കാലാവധി മനസ്സിലാക്കി വെക്കുക. 5 years ആണ് കാലാവധി മനസ്സിലാക്കി വെക്കുക. 25 വയസ്സായാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മത്സരിക്കാൻ പറ്റുള്ളൂ. ഈ ഹൗസിനെ വിളിക്കുന്ന പേരാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, അല്ലെങ്കിൽ എന്താ പറയുക, ജനപ്രതിനിധി സഭ എന്ന് വിളിക്കും. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് വിളിക്കും, ജനപ്രതിനിധി സഭ എന്ന് വിളിക്കും. മാത്രമല്ല ഇവിടെ ആരാ പ്രിസൈഡ്
പ്രിസൈഡയിൽ ഇവിടെ ആരാ പ്രിസൈഡർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോക്സഭാ സ്പീക്കറാ മനസ്സിലാക്കി വെക്കാം. ലോക്സഭാ സ്പീക്കർ കണ്ടോ, ഈ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി പഠിക്കണേ. അപ്പം എന്ത് ചെയ്യും, എൻ്റെ മക്കൾ സിമ്പിളായിട്ട് മാറും. ലോക്സഭ ഓൾസോ നോൺ ആസ് എന്ത് വിളിക്കാറിയോ, ലോവർ ഹൗസ് എന്ന് വിളിക്കും കേട്ടോ. ലോവർ ഹൗസ് മലയാളത്തിലാണെങ്കിൽ നമ്മൾ അതിന് അധോ മണ്ഡലം എന്ന് വിളിക്കും കേട്ടോ. അധോ മണ്ഡലം എന്ന് വിളിക്കുക. അധോ മണ്ഡലം എന്ന് എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്, മനസ്സിലാക്കി വെക്കാം. രാജ്യസഭ അതേപോലെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉപരിസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന് വിളിക്കും. അപ്പർ ഹൗസ് എന്ന് വിളിക്കും. അതിന്റെ പ്രത്യേകത നോക്കാം. നോക്കിയോളി, നീ നമ്മൾ രാജ്യസഭയുടെ പ്രത്യേകത നോക്കാൻ വേണ്ടി പോട്ടോ. ഏതെങ്കിലും വേറെ കളർ എടുക്കാം നമുക്ക്. വേറെ കളറില്ലേ, വേറെ കളർ എടുത്ത് നോക്കാട്ടോ. രാജ്യസഭന്റെ 238 അംഗങ്ങൾ ഉണ്ടാവും. 12 പേരെ നോമിനേറ്റ് ചെയ്യും. ടോട്ടൽ 250 പേഴ്സൺസ് ആണ്. 6 വർഷമാണ് കാലാവധി ഉണ്ടാവുക. 6 വർഷം ആവും. മാത്രമല്ല 30 വയസ്സായാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 30 വയസ്സായാലും 13 ഏജ് ആയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങോട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഹൗസിനെ വിളിക്കുന്ന പേരാണ് സ്ഥിരം സഭ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുക പെർമനന്റ് ഹൗസ് എന്ന് വിളിക്കും. സ്ഥിരം സഭ അല്ലെങ്കിൽ പെർമനന്റ് ഹൗസ് എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ ആരാ പ്രിസൈഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കി അധ്യക്ഷത വഹിക്കൽ ആര് തന്നെയാണ്, വൈസ് പ്രസിഡന്റ് ആണ്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. അപ്പം 4 മാർക്കിനൊക്കെ എൻ്റെ മക്കൾക്ക് എക്സാമിൽ ചോദ്യം ചോദിക്കുക. അപ്പം എന്ത് ചെയ്യുക, ലോക്സഭയിൽ ഒരു 4 പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുമല്ലോ. ഇവിടെ ഈ ലോക്സഭയിൽ മാത്രമേ ഞാൻ 9-10 പോയിന്റ് പറയുന്നുണ്ട്. ഇവിടെയും പറയുന്നുണ്ട്. ഇതിലെല്ലാത്തിനും ഒരു 4 പോയിന്റ് വെച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കുക, എക്സാമിന് എഴുതി വെക്കുക. മക്കളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ എന്നുള്ളത്. കാരണം ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലേക്ക് വെക്കണം. ഇത് ഈ ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട സാധനമാണ് ഭരണഘടനാ ഭേദഗതി എന്ന സാധനം. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ഒരുപാട് രീതിയിൽ ചെയ്യാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഭേദഗതികളാണ് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം, അതുപോലെ 86-ാം ഭേദഗതി അഥവാ 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, കൺകറൻസി ഭേദഗതി വരുത്തൽ. പക്ഷേ ഈ ഭേദഗതികളൊക്കെ ഒരുപോലല്ല. ഈ ഭേദഗതികൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്കി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എക്സാം ചോദിച്ചാണ്, ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഭേദഗതികൾ? ഒരു ഭേദഗതി നമ്മൾ അയവുള്ള ഭേദഗതി എന്ന് പറയും, മറ്റേ ദൃഢമായ ഭേദഗതി എന്ന് പറയും, മറ്റേ അതിദൃഢമായ ഭേദഗതി എന്ന് പറയും. നോക്കിയോളി, അയവുള്ള ഭേദഗതി പ്രത്യേകം നോക്കിയോളി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളിൽ പാർലമെന്റ് കേവല ഭൂരിപക്ഷത്തിലുള്ള സാധാരണ നിയമ നിർമ്മാണത്തിന് സമാനപരമായ നടപടികൾ വഹിക്കാനുള്ള ഭേദഗതി ചെയ്യാവുന്നതാണ്. അയച്ചൊന്നും മനസ്സിലായില്ലല്ലോ, നിങ്ങൾ ആകെ മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ ഒരു നിയമം മാറ്റണമെങ്കിൽ അതിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിലുള്ള മാറ്റാൻ പറ്റുന്നതാണ് അയവുള്ള ഭേദഗതി എന്നറിയാം. നോക്കിക്കോട്ടോ, ദ അമെൻമെന്റ് ക്യാൻ ബി അമെൻമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ മെജോറിറ്റി ത്രൂ പ്രൊസീജിയർ ദ സിമിലർ ഓർഡിനറി ലെജിസ്ലേഷൻ. സാധാരണ ഒരു നിയമത്തിൽ മാറ്റം വരുത്താൻ എന്ത് ചെയ്യുക, ഒരു സഭയിൽ അവതരിപ്പിച്ച് ആ സഭയിൽ ആൾക്കാർക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റാൻ പറ്റും. അതിന് സിമ്പിൾ ആയിട്ട് മാറ്റാം, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ത്രൂ ആയിട്ട് മാറ്റാൻ പറ്റിയതിനാണ് ഫ്ലെക്സിബിൾ അമെൻമെന്റ് അല്ലെങ്കിൽ അയവുള്ള ഭേദഗതി എന്നറിയാം. അതിന് എക്സാംസ് ആണ് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റല്, അതിരുകള്, പൗരത്വം തുടങ്ങിയൊക്കെ. അതിനൊക്കെ എന്താണ്, അയവാണ്, ഫ്ലെക്സിബിൾ ആണെന്ന് ചെയ്യാൻ മക്കൾ മനസ്സിലാക്കി വെക്കാം. അടുത്ത് നോക്കിയാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഭീകരമാണ് റിജിഡ് അല്ലെങ്കിൽ ദൃഢമായ ഭേദഗതി. ഇവിടെ കേവല ഭൂരിപക്ഷം മാത്രം മതി. പക്ഷേ ദൃഢമായ ഭേദഗതി നോക്കിക്കോട്ടോ, ഭേദഗതി വരുത്തുന്ന മറ്റേ പാർലമെന്റിന് 2 സഭകളിലും പ്രത്യേക ഭൂരിപക്ഷം വേണം. പാർലമെന്റിന് 2 സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അങ്ങനെ മാറ്റുന്ന അവകാശങ്ങളെയാണ് ദൃഢമായ ഇത് പറയല്. ഉദാഹരണമാണ് മൗലിക അവകാശം, മാർഗനിർദ്ദേശത്വങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്നത് അതാണ്. ഇതാണ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ഹാസ് റിക്വയർഡ് ദ അമെൻമെന്റ് ടു മേക്ക് എ റെക്കോർഡ് ചെയ്യണം. ഇനി അപ്പോൾ റിജിഡ് പറയുമ്പോൾ കുറച്ചുകൂടി ഇതായി, സിമ്പിൾ മെജോറിറ്റിയിലാണ് ഫ്ലെക്സിബിൾ, കുറച്ച് മാറ്റം വരുത്തിയാൽ മതി. അത് റിജിഡ് ആകുമ്പോൾ ബോത്ത് ഹൗസിന്റെ വേണം. അങ്ങനെയാണെങ്കിൽ മോർ റിജിഡ് അമെൻമെന്റ് എന്താ, ബോത്ത് ഹൗസിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം അറിയോ, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ഹൗസസിന് പുറമെ തന്നെ അപ്രൂവൽ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് സ്റ്റേറ്റ്, പകുതിയിലധികം സ്റ്റേറ്റുകളുടെയും എന്ത് വേണം, അപ്രൂവൽ വേണം. എന്നാൽ മാത്രം മാറ്റാൻ പറ്റിയതാണ് ഇത് മോർ റിജിഡ് അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ. അതാ പകുതി സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. 2 സഭകളും ഭൂരിപക്ഷം വെച്ചിട്ട് മാറ്റാൻ പറ്റിയതാ. അത്രയും പ്രശ്നം വന്നാൽ മാത്രം ഭേദഗതി ചെയ്യാൻ പറ്റിയതാണ്. അങ്ങനെ മറ്റതാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾക്കുള്ള അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമങ്ങളും ഒക്കെ എന്ന് പറയുന്നത് കേട്ടോ. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, അതേപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പവർ എന്നൊക്കെ ഉള്ളത്. അത് അത്രത്തോളം പ്രധാനമാണ്. അപ്പം എൻ്റെ മക്കൾക്ക് ഇത് പ്രത്യേകം സംസ്ഥാനങ്ങളുടെ പേരൊക്കെ മാറ്റൽ ഫ്ലെക്സിബിൾ ആണ് മനസ്സിലാക്കിയേക്കുക, ഭേദഗതിയാണ് ഫണ്ടമെന്റൽ ആണ് മനസ്സിലാക്കിയേക്കുക, അത് റിജിഡ് ആണ് മനസ്സിലാക്കിയേക്കുക. കൺകർ ലിസ്റ്റിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അത് ഇതാണ് മോർ റിജിഡ് ആണെന്ന് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അതെന്ത് ചെയ്യണം, എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇത് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം. നിങ്ങളൊരു ബിരിയാണി ആലോചിക്കുക, നിങ്ങൾക്ക് ബിരിയാണി പറയുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ബിരിയാണി ആലോചിച്ച് നോക്കി, ആ ബിരിയാണിയിൽ എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാവും കോയിൻ്റെ വേവ് ഇല്ല, ചിലർ വേവ് കുറച്ച് കൂടും കുറയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ വേവ് കുറവുള്ളത് എന്താണ്, ഇപ്പോൾ ചിക്കൻ്റെ കാലാലേക്കാം, ചിക്കൻ്റെ കാലിൽ ചിലയിടത്ത് നല്ല വേവ് കൂടുതലേക്കും. അപ്പോൾ വേവ് കൂടുതൽ പെട്ടെന്ന് കിട്ടും, അത് മനസ്സിലാക്കിയേക്കാം. ആ നിയമങ്ങൾ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഉണ്ട്. ചിലത് സിമ്പിൾ നിയമം ഉണ്ടായിരിക്കും, പക്ഷേ പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ആ രീതിയിൽ തന്നെയാണ് ഭേദഗതികൾ മാറ്റിയതെന്ന് എന്ത് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അത് നന്നായിട്ട് പഠിച്ചു വെക്കണം നിയമനിർമ്മാണ വിഭാഗത്തിൽ. അപ്പോൾ 2 പറഞ്ഞിട്ടോ, ആ 2 നന്നായിട്ട് നോക്കണേ. എക്സിക്യൂട്ടീവിൽ എൻ്റെ മക്കൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു പട്ടിക തരാൻ ചാൻസ് ഉണ്ട്.
കണ്ടല്ലോ, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്ഥിരം എക്സിക്യൂട്ടീവ്, രണ്ടെണ്ണമായിട്ട് നമ്മൾ എക്സിക്യൂട്ടീവ് തരംതിരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ രാഷ്ട്രപതി പ്രധാനമന്ത്രിയാണ്. സ്ഥിരം എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ കാലാകാലം അവിടെ നിയമം നടപ്പിലാക്കാനുള്ള ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതാണ് ഉദ്യോഗസ്ഥ വൃന്ദം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിലുള്ള പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നമ്മൾ എന്തൊക്കെയാണ് നോമിനൽ എക്സിക്യൂട്ടീവും റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതും എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാറിയോ, ഇത് തരൂല, ഇത് രണ്ടും തരൂല, ഇതിലെ പേരും തരൂല, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പൂരിപ്പിക്കാൻ പറയും. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യണം, നല്ല രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡാണ് അത് രാഷ്ട്രപതി ചുമതലകൾ. ആ ചുമതലകൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ചുമതലകൾ. നോക്കിയല്ലോ, അപ്പോയിൻമെന്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഉണ്ട്, അപ്പോയിൻമെന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആൻഡ് സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ജഡ്ജസ് ഉണ്ട്, നോമിനേറ്റ് 12 മെമ്പേഴ്സിന് രാജ്യസഭ ഉണ്ട്, 2 മെമ്പേഴ്സിന് രാജ്യസഭ ഉണ്ട്. ഇതെന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിക്കണം. ഇതിന്റെ ഷോർട്ട് ഞാൻ മാരത്തോൺ പറഞ്ഞുതരാം. മാരത്തോൺ കൃത്യമായിട്ട് ഇതിന്റെ ഷോർട്ട് ഞാൻ പറഞ്ഞുതരും. അത് അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ ഒരു ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടോ. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചാപ്റ്ററാണ് ജനാധിപത്യ വ്യാപനം സ്ഥാപനങ്ങളുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ, 7:30 നമ്മൾ ലൈവ് ഉണ്ട്, മറക്കണ്ട, പോര്, അവിടെ നമ്മൾ പറഞ്ഞുതരും. അപ്പം തൽക്കാലം എന്ത് ചെയ്യാണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അതിൽ പ്രധാനപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ 4 ടോപ്പിക്സ് ആണ്. ഈ 4 ടോപ്പിക്സ് നന്നായിട്ട് തന്നെ മക്കൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ജനാധിപത്യ സംവിധാനങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ 2 മാർക്കിന് ഏതെങ്കിലും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പേര് എഴുതാൻ ചോദിക്കാം, അത് പഠിച്ചു വെക്കാം. ഈ സ്ഥാപനങ്ങൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഭരണഘടനാ സ്ഥാപനവും ഭരണഘടനേതര സ്ഥാപനവും. അത് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ ആണെന്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് വൺ. അല്ല സാറേ, ക്രിസ്മസിന് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചതല്ലേ, അങ്ങനെ ഒന്നും ഇല്ലട്ടോ, ചിലപ്പോൾ വേണമെങ്കിൽ ഈ എക്സാമിന് ചോദിക്കാം. പിന്നെയാണ് കമ്മീഷൻസ്. പ്രധാനമായിട്ട് 3 കമ്മീഷൻ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് ഏതൊക്കെയാണ് മക്കൾ പഠിച്ചു വെക്കേണ്ട 3 കമ്മീഷൻസ്? ഒന്ന് വുമൺ കമ്മീഷൻ, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു വെക്കുക. അതേപോലെ മൈനോറിറ്റി കമ്മീഷൻ. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പിച്ചോ, ഈ പ്രാവശ്യത്തെ എസ്സേയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എസ്സേ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇതിലേതെങ്കിലും ഒന്ന് വരും. ഒന്നെങ്കിൽ വുമണോ ഹ്യൂമൻ റൈറ്റോ മൈനോറിറ്റിയോ വരാം. കുറേ കമ്മീഷൻസ് ഉണ്ട്. ഞാൻ 3 പറഞ്ഞത്, ആ 3 നന്നായിട്ട് പഠിച്ചോ. അതിന് ഷോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാറ്റി തരും. ഇനി ഏത് കമ്മീഷൻ ചോദിച്ചോട്ടെ, ഇല്ല ഏത് കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ ആ കമ്മീഷൻ നിങ്ങൾ പഠിക്കേണ്ട ഈ രീതിയിലേക്ക് പഠിക്കാൻ ശ്രമിക്കാം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കമ്മീഷണറുണ്ട്, ഇയർ ഉണ്ട്, ടേംസ് ഓഫ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ കാലാവധി എന്ന് പറയട്ടോ. അംഗങ്ങളുടെ കാലാവധി എന്ന് പറയും, കാലാവധി എന്ന് പറയും. അതേപോലെ തന്നെ അംഗങ്ങൾ നിയമിക്കുന്നത് ആസ്ഥാനം. നോക്കിക്കോളി, ഇത് കൃത്യമായിട്ട് തന്നെ മക്കൾ പഠിക്കണം. എല്ലാത്തിലും എന്ത് ചെയ്യണം, 6 വർഷമാണ്, 65 വയസ്സാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്, 2 കമ്മീഷണറാണ്, പ്രസിഡന്റാണ് നിയമിക്കൽ ന്യൂഡൽഹിയാണ്. ഇവിടെയൊക്കെ പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ് അല്ലാത്ത ഒറ്റ ഒന്നേ ഉള്ളൂ, അത് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളി. വുമൺ കമ്മീഷനാണ്, അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എന്തെങ്കിലും നിയമിക്കാമെന്ന് മനസ്സിലാക്കി വെക്കുക. ആസ്ഥാനം ഓൾസോ ന്യൂഡൽഹി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഇതെന്താണ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് മാറ്റി വെച്ചതാ. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം കേട്ടോ, നോക്കിക്കോട്ടെ, നിങ്ങൾ മറക്കണ്ട. ന്യൂനപക്ഷം എന്ന് പറയും. ഷെഡ്യൂൾഡ് കാസ്റ്റ് പറഞ്ഞാൽ പട്ടികജാതി എന്ന് പറയും കേട്ടോ, പട്ടികജാതി കമ്മീഷൻ എന്ന് പറയും. ബാക്ക്വേർഡ് കാസ്റ്റ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയും, പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയും. ഇത് നോക്കിക്കോളിട്ടോ എൻ്റെ മക്കളെ. ഒന്ന് ഞാനൊരു ഐഡിയ കാണിച്ചു തരാം. ഇത് എപ്പോഴും പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. കാരണം ഇത് 3 ഒരേപോലെ അല്ലേ. നോക്കി, ഞാൻ വെറുതെ പറഞ്ഞാണോ? നോക്കി, എല്ലാം ഒരേപോലെ എന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നോക്കിക്കളി ന്യൂഡൽഹി. പ്രസിഡന്റ് 3 വർഷം. എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ. ഇവിടെ 5 മെമ്പേഴ്സ്. ഇവിടെ മാത്രമാണ് എൻ്റെ മക്കളും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ മാത്രം വരുമ്പോഴാണ് ഒരു 5 മെമ്പേഴ്സ് എന്ന സാധനം വരുന്നത്. ബാക്കി എല്ലാം ഒരേപോലെയാണ്. ഇവിടെയൊക്കെ 3 മെമ്പേഴ്സ് ആണ്. പിന്നെ ആകെ നിങ്ങൾ വർക്കിന് ഡേറ്റും പഠിച്ചു വെക്കുക. അപ്പോൾ ഏത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്ത്, വർഷം കിട്ടി, 1 മാർക്കായി. എത്ര വർഷ കാലാവധി കിട്ടി, എത്ര ആൾക്കാരുണ്ട് കിട്ടി, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് അതെന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പ്രധാനമായിട്ട് തന്നെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു ചാപ്റ്ററാണ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ്. എല്ലാവരും ബുദ്ധിമുട്ട് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താണ് ജനസംഖ്യാ ശാസ്ത്രം എന്ന് പഠിച്ചു വെക്കണം. സിമ്പിളാണ്. ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറഞ്ഞത്. അഥവാ ഇത്രയേ ഉള്ളൂ. ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ സ്ട്രക്ചർ. ആ കാര്യങ്ങൾ, പോപ്പുലേഷൻ സ്ട്രക്ചർ, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഒക്കെ നോക്കുന്നതിനാണ് എന്ത് ചെയ്യുക, ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുക. ഈ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോ. എക്സാമിന് പറയുന്നു ജനസംഖ്യ വർദ്ധിക്കുന്ന പ്രശ്നങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് എൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക, ചോദിക്കാം. വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് പോസ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം.
പോസ് ചെയ്യില്ല, ഞാൻ പറഞ്ഞിട്ട് പോസ് ചെയ്യാം. എന്തൊക്കെയാണ് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഒന്ന് പോസ് ചെയ്ത് മനസ്സിലാലോചിക്കുക. ഓക്കെ, എഴുതി ഞങ്ങൾ 4 ചെയ്തില്ലേ? അതന്നെ, നിങ്ങൾ എഴുതിയൊക്കെ ശരി തന്നെ, വലിയ പണിയിലല്ല. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതാ ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. ജനസംഖ്യ വർദ്ധിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവും, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, സ്റ്റാർവേഷൻ ഉണ്ടാവും, ക്രൈസിസ് ഇൻ ദ ഹെൽത്ത് സെക്ടർ, ആരോഗ്യമേഖല പ്രശ്നം ഉണ്ടാവും, ഇൻഫ്ലേഷൻ ഉണ്ടാവും. മക്കൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും വെറുതെ ഇരിക്കണം, ഒരു വസ്തു കിട്ടിയിട്ടുണ്ടാവില്ല, എന്ത് പഠിക്കണം എന്നറിയാത്ത കുട്ടികളുണ്ടാവും. ഓൾക്കൊക്കെ ഈ വീഡിയോ ഒപ്പം ഷെയർ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ബാക്കി കേൾക്കാം. കാരണം അവരൂടി പഠിക്കണം, അവർക്കൂടി അറിയാത്ത ക്വസ്റ്റ്യൻസാണ്, അവർക്കൂടി മാർക്ക് കിട്ടിയാൽ സെറ്റ് ആവും. നിങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ട, നിങ്ങളെ ഫ്രണ്ട്സിന് എന്താ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മാത്രമല്ല നമ്മൾ ജനസംഖ്യാ ശാസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നത്, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോഷ്യൽ ഡെമോഗ്രഫിയും അതേപോലെ ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ മക്കൾ സിമ്പിളായിട്ട് വന്നതാ. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം നിങ്ങൾ വായിച്ചു നോക്കും. ഞാൻ ഇത് സിമ്പിളായിട്ട് ഇന്ന് എടുക്കുകയാണ്. എന്താണ് സോഷ്യൽ ഡെമോഗ്രഫി പറഞ്ഞാൽ? ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഒരു പ്രദേശത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്ന ഘടനയാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുക. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അവിടുത്തെ കാരണങ്ങളും അന്തർഫലങ്ങളും അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, ഒരു ചെറിയ റീജിയനിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയുള്ള ആ സർവേകളെയാണ് നമ്മൾ സോഷ്യൽ ഡെമോഗ്രഫി പറയുക. ആ പഠനത്തെയാണ് സോഷ്യൽ ഡെമോഗ്രഫി പറയുക. ബട്ട് ദ ഫോർമൽ ഡെമോഗ്രഫി ഈസ് ഡിഫറെൻറ്റ്. ഇത് ഫോർമൽ ഡെമോഗ്രഫിൻ്റെ ഇത് തന്നെ സെൻസസ് എന്ന് പറയാം. അതോ ജനസംഖ്യ കണക്കെടുപ്പാണ് ഫോർമൽ ഡെമോഗ്രഫിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അഥവാ നമ്മൾ എന്താണോ ഉള്ളത് അതിന് അളക്കുകയും വിശകലനം നടത്തുകയും എല്ലാം കൃത്യമായിട്ട്, ഇപ്പം ഒരു പഠനം നടത്തുകയാണെങ്കിൽ ലാർജ് പോപ്പുലേഷനിലെ അളവും കൃത്യമായിട്ട് നടപ്പിലാക്കി എന്താണോ നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് എടുക്കുന്നതാണ് ഫോർമൽ ഡെമോഗ്രഫി എന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഫോർമൽ ഡെമോഗ്രഫി എന്താ ചോദിച്ചാൽ എൻ്റെ മക്കൾ എഴുതേണ്ടത് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ചസിൽ എന്താണ് മെഷർ ആൻഡ് അനാലിസിസ് ഓഫ് ഫാക്ടേഴ്സ് ഇൻ പോപ്പുലേഷൻ ചേഞ്ച്. അത് കൃത്യമായി നടത്താണ്. എക്സാമ്പിളാണ് സെൻസസ് കൂടി എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. അതെന്താണ് മക്കൾ മനസ്സിലാക്കി വെക്കാം. മാത്രമല്ല സെൻസസ് ഇന്ത്യയിൽ കമ്മീഷണറാണ്, ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യനാണ് മനസ്സിലാക്കി വെക്കുക. സാധാരണയായിട്ട് 10 വർഷത്തിൽ ഒരിക്കലാണ് നടക്കാറ്, മനസ്സിലാക്കുക. അവസാനം നടന്നത് ഏത് വർഷം എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അവസാനം നടന്ന ഏത് വർഷമാണ്? 2011 മനസ്സിലാക്കി വെക്കാം. ഇതിൽ ഈ ഡിഫറൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി ജനസംഖ്യ ശാസ്ത്ര സൂചകങ്ങൾ ഉണ്ടല്ലോ, ഈ സൂചകങ്ങളാണ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കേണ്ടത്. ഉറപ്പിച്ചോ? ഒന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഇപ്പം പറയണത്, ഒന്നെങ്കിൽ കുടിയേറ്റം അല്ലെങ്കിൽ അടുത്ത് ആയുർദൈർഘ്യം അല്ലെങ്കിൽ ജനനിരക്ക് മരണനിരക്കിൽ അല്ലെങ്കിൽ ജനനിരക്ക് മരണനിരക്ക് ഞാൻ പറയില്ല, ഞാൻ പറയുന്നു ഏത് വരാൻ ചാൻസ് ഉണ്ട് ജനസാന്ദ്രത. ഈ 3 പഠിച്ചു പോക്കോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ 4 ചോദിച്ചാൽ എൻ്റെ മക്കൾ എഴുതാൻ പറ്റണല്ലോ. ഇത് 4 എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക, നന്നായിട്ട് തന്നെ അടിപൊളിയാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എവിടെ സംസാരിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇന്നത്തെ എയറിൻ്റെ ക്ലാസ് സംസാരിക്കുന്നതാണ്. പക്ഷെ ഇത് മാത്രം പറഞ്ഞു പോകുന്ന മോശം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു എൻ്റെ മനസ്സിൽ പറയുന്ന സാധനമാണ് ആയുർദൈർഘ്യം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, ലൈഫ് എക്സ്പെക്ടൻസി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് എക്സ്പെക്ടൻസി ഒന്ന് പഠിച്ചു വെക്കാം. ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ളതാണ് കേരളം. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഉയർന്ന ആയുർദൈർഘ്യം ഉണ്ടാകുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ആ പഠിച്ചോളി. ഒന്ന് ഹൈ ലിറ്ററസി റേറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ഇവിടുത്തെ എല്ലാവർക്കും ഉയർന്ന സാക്ഷരത നിരക്കുണ്ട്. അതേപോലെ ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് ആൻഡ് പോളിസി, വികേന്ദ്രീകൃത പൊതുജന ആരോഗ്യ നയമുണ്ട് നമുക്ക്. അതേപോലെ ക്ലീനസ്, ശുചിത്വമായുള്ള നാടാണ്, അതുകൊണ്ട് തന്നെ ആയുർദൈർഘ്യം കൂടും. പിന്നെ ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇത് നിങ്ങളെ ബുക്കിൽ കാണാതെ പോകുന്ന സാധനമാണ് അഡ്വാൻറ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻസ്. ഇത് നന്നായിട്ട് പഠിച്ചേക്കുക. ഒന്ന് സോഷ്യൽ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് കൺട്രി ഇൻ ഇൻക്രീസ്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഇതൊക്കെ എന്ത് ചെയ്യും, നേട്ടങ്ങളാണ്. ഒരു രാജ്യത്ത് ഡെമോഗ്രഫിക് കാര്യങ്ങൾ നോക്കിയാൽ അതെന്ത് ചെയ്യേണ്ട മക്കൾ പഠിച്ചു വെക്കുക. ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഏർക്ക് ഞാൻ ചർച്ച ചെയ്യുന്നതാണ്. മക്കളെ മറക്കണ്ട, അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ പറയും. മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റുകൾ കാണണം, നല്ല രീതിയിൽ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്തോ, എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു അതെന്ത് ചെയ്യുക. മാത്രമല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യാണ്, വെറുതെ ഇരിക്കുകയാണ്, അവർക്ക് ഇതെങ്കിലും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഇതേപോലത്തെ റിലേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊക്കെ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ട് മാറ്റണം. സോ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. മക്കളെ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേർക്ക് കാണാം. ബൈ, സീ യു, ലവ് യു ഓൾ.